ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ലോക്സഭാ പ്രകടന പത്രികയിലെ ബി.ജെ.പിയുടെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പ്രധാനമന്ത്രി സൂചനകൾ നൽകിയിരുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ബി.ജെ.പിയുടെ പ്രകടന പത്രിക വാഗ്ദാനം നിലവിലെ എൻ.ഡി.എ സർക്കാരിന്റെ കാലത്തു തന്നെ നടപ്പിലാക്കുമെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരികയാണ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ ഇനിയും വൈകില്ല എന്നാണ് സൂചന. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ ആശയം ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാൻ ആവശ്യമായ നടപടികൾ അണിയറയിൽ പുരോഗമിക്കുകയാണെന്നാണ് അവരുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ബി.ജെ.പി തങ്ങളുടെ പ്രധാന പദ്ധതികളിൽ ഒന്നായി വിഭാവനം ചെയ്തിട്ടുള്ളതാണ് ഈ കാര്യം. എൻ.ഡി.എ ഘടകകക്ഷികളുടെ പിന്തുണ കൂടി ലഭിച്ചാൽ ഉടൻ തന്നെ ബിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ. ഉന്നത സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. മൂന്നാം മോദി സർക്കാരിൽ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു. സഖ്യകക്ഷികൾ ഒറ്റ തിരഞ്ഞെടുപ്പിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും വിഷയത്തിൽ വിശദ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ നിലപാട് സ്വീകരിക്കൂവെന്നും വിലയിരുത്തപ്പെട്ടിരുന്നു. സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് സമവായത്തിലൂടെ മാത്രമേ ഇനി ബില്ല് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് രീതി നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠിച്ച രാംനാഥ് കോവിന്ദ് സമിതി 18 ഭരണഘടനാ ഭേദഗതികൾ ശുപാർശ ചെയ്തിരുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതിന്റെ ആദ്യഘട്ടമായി ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താമെന്നായിരുന്നു ഉന്നതതല സമിതിയുടെ നിർദ്ദേശം. തുടർന്ന് 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും സമിതി ശുപാർശ ചെയ്തിരുന്നു. മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ 100 ദിവസം തികയുന്നതിന് തൊട്ടു മുൻപാണ് ബില്ല് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്താണ് ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ്? പരിശോധിക്കാം. ഒരേ വർഷം ഒരേ സമയത്ത് ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കുമുള്ള ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പദ്ധതിയാണിത്. നിലവിൽ കേന്ദ്ര സംസ്ഥാന സഭകളിലേക്ക് വിവിധ സമയങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം 60കളുടെ മധ്യം വരെ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചാണ് നടന്നിരുന്നത്. എന്നാൽ വിവിധ സംസ്ഥാന നിയമസഭകൾ ഇടക്കാലയളവിൽ വീണതോടെ അവിടങ്ങളിൽ തിരഞ്ഞെടുപ്പുകൾ വേണ്ടി വന്നു. പുതിയ നിർദ്ദേശപ്രകാരം 2 ചുവടായാണ് തിരഞ്ഞെടുപ്പുകൾ ക്രമീകരിക്കുക. 1 ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്തും. 2 100 ദിവസങ്ങൾക്ക് ശേഷം രാജ്യത്തെ മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ഒരേ സമയം സംഘടിപ്പിക്കും. എല്ലാ തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ ഒരു തിരിച്ചറിയൽ കാർഡായിരിക്കും ഉണ്ടാവുക. രാജ്യത്തുടനീളം ഏക തിരഞ്ഞെടുപ്പ് പട്ടികയും തയ്യാറാക്കും. എന്തുകൊണ്ടാണ് ഈ പദ്ധതി എന്നതും ആർക്കും മനസ്സിലുണ്ടാകാവുന്ന ഒരു ചോദ്യമാണ്. തിരഞ്ഞെടുപ്പുകൾക്ക് വരുന്ന ഭീമമായ ചിലവ് കുറയ്ക്കാമെന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ മുൻപോട്ട് വയ്ക്കുന്ന പ്രധാന വാദം. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിവിധ സമയങ്ങളിൽ വിന്യസിക്കുന്നത് പൊതുഖജനാവിന് കൂടുതൽ ചിലവുണ്ടാക്കുന്നു. ഇത് കുറയ്ക്കാൻ സാധിക്കും. രാഷ്ട്രീയ പാർട്ടി പരിപാടികൾക്ക് പ്രചാരണ ചെലവ് കുറയ്ക്കാൻ തുടങ്ങിയ കാര്യങ്ങളും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പോളിംഗ് ശതമാനം കൂട്ടാനും ഒരേ സമയം തെരഞ്ഞെടുപ്പ് കാരണമാകുമെന്നും സർക്കാർ പറയുന്നു. പദ്ധതി പ്രാബല്യത്തിലായാൽ 5000 കോടിയെങ്കിലും ലാഭിക്കാമെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. അതേസമയം രാജ്യത്തിന്റെ വൈവിധ്യത്തെയും ബഹുസ്വരതയും തകർക്കുന്നതാണ് ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതിയെന്ന് ഇതിനെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യാനുള്ള അവസരം ഇല്ലാതെയാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അധികാരങ്ങൾ കുറയ്ക്കുന്നു, രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവത്തെ ഇല്ലാതെയാക്കുന്നു തുടങ്ങിയ കാതലായ വിമർശനങ്ങളും പദ്ധതിക്കെതിരെയുണ്ട്. 2029 ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, 2027 തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്, 2028 തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ നിയമസഭാ കാലാവധി വെട്ടിച്ചുരുക്കും. ഇക്കാര്യം രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതി റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുമുണ്ട്. രാഷ്ട്രപതി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന തീയതി മുതലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമാവുക. അഥവാ തൊട്ടടുത്ത് വരുന്ന പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ നിയമസഭാ കാലാവധി അവസാനിക്കും. അതേസമയം പ്രതിപക്ഷം ഈ നീക്കത്തെ ശക്തമായി എതിർക്കുമെന്നത് ഉറപ്പാണ്. ആദ്യഘട്ടത്തിൽ ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്താനാണ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർലമെന്റിന്റെ കാലാവധി സംബന്ധിച്ച് ആർട്ടിക്കിൾ 83, സംസ്ഥാന നിയമസഭകളുടെ കാലാവധിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 172 എന്നിവ ഭേദഗതി വരുത്തുകയും ഭരണഘടനയിൽ ആർട്ടിക്കിൾ 82 എന്ന ഒരു പുതിയ ആർട്ടിക്കിൾ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇത് നടപ്പിലാക്കുന്നതിനായി പുതുതായി രൂപീകരിക്കുന്ന ലോക്സഭയുടെ ആദ്യ സിറ്റിംഗ് തീയതിയിൽ രാഷ്ട്രപതിക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കാമെന്നും പാനൽ നിർദ്ദേശിച്ചു. സമിതിയുടെ ശുപാർശ പ്രകാരം പൊതു തെരഞ്ഞെടുപ്പിൽ രൂപീകരിക്കപ്പെടുന്ന എല്ലാ നിയമസഭകളും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിലവിൽ വരുന്ന സഭയുടെ കാലാവധി തീരുന്ന മുറയ്ക്ക് അവസാനിക്കും.
ഇനി തൂക്കുസഭ വിരികയോ അവിശ്വാസ പ്രമേയം പാസ്സാവുകയോ സംസ്ഥാന അസംബ്ലി പിരിച്ചുവിടുകയോ ചെയ്താൽ അവശേഷിക്കുന്ന കാലാവധി അവസാനിക്കുന്നതോടെ പുതിയ തിരഞ്ഞെടുപ്പ് നടത്താമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പായാണ് ഇതിനെ കണക്കാക്കുന്നത്. അതേസമയം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പാക്കുന്നതിൽ സർക്കാരിന് മുന്നിൽ ഒട്ടേറെ വെല്ലുവിളികളുമുണ്ട്. നിലവിൽ കേന്ദ്രം ഇക്കാര്യത്തിൽ അതിവേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഇതിൽ വെല്ലുവിളികൾ ഏറെയാണെന്നാണ് വിലയിരുത്തൽ. കൂടാതെ ഒട്ടേറെ വിഷയങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട് താനും. പ്രാദേശിക ഭരണ സംവിധാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് എങ്ങനെ ദേശീയ രാഷ്ട്രീയവുമായി ഒത്തുപോകുമെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. കൂടാതെ ഇന്ത്യ എക്കാലവും വിശ്വസിച്ചു പോരുന്ന അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായ നാനാത്വത്തിൽ ഏകത്വം, അതായത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, പുതിയ തീരുമാനത്തോടെ ഹനിക്കപ്പെടുമെന്ന ആശങ്കയും പലരും പങ്കുവെക്കുന്നുണ്ട്. വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രമുള്ള ഇന്ത്യക്ക് ഒരിക്കലും ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ആശയം നടപ്പാക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് പല രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഒരേ സമയം വോട്ടെടുപ്പ് നടത്താൻ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നതിനേക്കാൾ ഇരട്ടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ അഥവാ വിവിപാറ്റ് മെഷീനുകളും ആവശ്യമായി വരുമെന്നതിനാൽ ഈ നീക്കം അപ്രായോഗികമാണെന്നാണ് ഇതിനെതിരെ പ്രതിപക്ഷമുയർത്തുന്ന ആരോപണം.